തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ മക്കളായി തീർന്ന നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മരണം, ഭക്തന്റെ മരണം, അത് യഹോവയ്ക്ക് വിലയേറിയതാണ്. സ്തോത്രം. ഇത് പറയുമ്പോൾ തന്നെ മരണത്തിൻ്റെതായ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്, പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. ഭക്തന്മാരുടെ മരണം വിലയേറിയതെന്ന് പറയുമ്പോൾ തന്നെ മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും ദൈവം നമ്മെ രക്ഷിച്ചിട്ടുണ്ട്. ദൈവം നമ്മോട് കരുണ കാണിക്കുക. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മെ കുറിച്ച് നല്ലൊരു പദ്ധതിയുണ്ട്, നല്ലൊരു പദ്ധതിയുണ്ട്. ഭക്തനായതുകൊണ്ട് ദൈവം നമ്മെ സൂക്ഷിക്കുക. എന്താണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ആഗ്രഹം, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് എപ്പോഴെങ്കിലും ഞാനൊന്ന് സ്വസ്ഥമായിരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ കുറിച്ച് ദൈവം എന്താ ഉദ്ദേശിക്കുന്നത്, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ? ഞാനിങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ദൈവത്തിന് എന്തെങ്കിലും എന്നെ കുറിച്ച് പ്രയോജനം ഉണ്ടോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. കാരണം നാം ഈ ഭൂമിയിലായിരിക്കുന്നുണ്ടെങ്കിൽ, നാം വലിക്കുന്ന ശ്വാസം അത് നാം എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ദൈവം നമുക്കൊരു ആരോഗ്യവും ബലവും തന്നിട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഭൂമിയിൽ ജീവനോടെ ആയിരിക്കുന്നത്. അതിന്റെ 8ാമത്തെ വാക്യം പറയുന്നു, നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചു. നാം എത്രയും വേഗം ദൈവത്തിനടുക്ക ചെല്ലുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സ്തോത്രം. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. ഞാൻ മുഖാന്തരം കർത്താവായ യേശുക്രിസ്തുവിനെ അനേകരിലെ എത്തിക്കുക എന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ കൽപ്പന അത് തന്നെയാണ്. നിങ്ങൾ ലോകത്തിൽ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ. രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവരെ സഭയോട് ചേർത്തുകൊള്ളുവിൻ. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നാം തയ്യാറാവണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലപ്പോഴും തികയാതെ പോകുന്ന ഒരു കാലഘട്ടമാണല്ലേ. എത്ര പോയാലും സമയം കിട്ടുന്നില്ല, തിരക്കാണ് നമ്മുടെ എല്ലാവരും. പക്ഷെ ആ തിരക്കിന്റെ ഇടയിലും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഒന്നില്ലെങ്കിലും ആ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ, ഏറ്റവും ചുരുങ്ങിയ സമയം പറഞ്ഞു 24 മണിക്കൂറുള്ള ഒരു അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാൻ, ദൈവത്തിന്റെ വചനം ധ്യാനിക്കാൻ. നിങ്ങൾ ആ ദേശത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആ ദേശത്തില് ഒരു ഗവൺമെന്റ് ഒരു നിയമം പുറപ്പെടുവിച്ചാല് ഇതിന്റെ കളക്ടർ പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ഇന്നിവിടെ അവധിയായിരിക്കും. കളക്ടർ ഓർഡർ ഒന്ന് കണ്ടിട്ടുണ്ടോ? എന്നതുപോലെ സ്വർഗീയ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമുള്ള ഗവർണറിനൊക്കെ ഒരു കളക്ടറൊക്കെ ഒരു ഉത്തരവാദിത്തമുള്ള ആൾക്കാരെ നമ്മളോട് ചോദിക്കാതെ ഒന്നും ഒരു കാര്യം തീരുമാനിക്കില്ല. നമ്മളോട് ആദ്യം ആലോചന പറയും ദൈവം. എപ്പോഴെങ്കിലും നമ്മൾ ആ ആലോചനയ്ക്ക് ഒന്ന് കൂട്ടു നിന്നിട്ടുണ്ടോ? ഒരു ദേശത്തിന് ഒരു വിടുതൽ കടന്നു വരുമ്പോൾ, ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ അതിന്മേൽ പ്രാർത്ഥിക്കാൻ ആ ദേശത്തിലെ കാവൽക്കാരായ നമ്മളോട് ആവശ്യപ്പെടും. ഇല്ലെങ്കിൽ ലോത്തിനെ നശിപ്പിക്കാൻ പോകുമ്പോ അബ്രഹാമിനോട് അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഭക്തരോട് ചോദിച്ചു. അവിടെ ഇങ്ങനെ ഒരു കാര്യം. അപ്പോൾ അബ്രഹാമിന് മറുപടി കൊടുക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. 50 പേരുടെ കാര്യം, ഇത്ര പേരുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവസാനം നിസ്സാരം പേരുടെ എണ്ണം അതുപോലും ഇല്ലാത്തൊരവസ്ഥ. നമ്മൾ ആ ദേശത്തായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചോളണം, നമ്മെ കുറിച്ച് ദൈവത്തിന് നല്ലൊരു പദ്ധതിയുണ്ട്. നമ്മൾ അറിയാതെ ആ ദേശത്ത് ഒരു ദോഷം സംഭവിക്കില്ല. നമ്മൾ അത്ര പവർഫുൾ ആളുകളാണ്. എങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ദൈവം എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചു. ഒരു മരണത്തിന്റെ സാഹചര്യം കടന്നു വന്നു അല്ലേ? പലപ്പോഴും കടന്നു വന്നു. എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച സമയങ്ങൾ, അവിടെ നിന്ന് ദൈവം എന്നെ നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മെ കുറിച്ച് നല്ലൊരു പദ്ധതിയുണ്ട്. അതിനുവേണ്ടി നമ്മളൊന്ന് ശ്രമിക്കാൻ തയ്യാറാകണം, ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഇന്ന് നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എന്തെല്ലാം അവസരങ്ങളുണ്ട്. ഇതുപോലെ ഉള്ള ഫോൺ, വാട്സപ്പും ഫേസ്ബുക്കും ഉള്ള ഫോണൊക്കെ എത്ര പേരുടെ കയ്യിലുണ്ട്? നിങ്ങളുടെ എത്ര സുഹൃത്തുക്കൾ അതിലുണ്ട് അല്ലെ? എത്ര സുഹൃത്തുക്കൾ അതിലുണ്ട്? രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത ദൈവമക്കൾ എത്ര പേരുണ്ട്? എന്തെങ്കിലും ഒരു വാക്യം അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയോ സ്പർശിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. നിങ്ങളുടെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുന്നുണ്ടോ? ഒരു വാക്യമെങ്കിലും. മെസ്സേജ് അയക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇറിറ്റേഷനാണ്.
അവന് ആവശ്യമുള്ളത് അതില് ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അല്ലെ. ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാം, ഏറ്റെടുക്കാം. ഞാൻ പലപ്പോഴും പല മെസ്സേജ് അയക്കുമ്പോ ഡോക്ടർമാർ വരെ എന്നോട് സെപ്പറേറ്റ് സംസാരിക്കുന്നത് നിങ്ങളെ ഒത്തിരി അനുഗ്രഹമായിരുന്നു. നമ്മുടെ പിള്ളേരുണ്ടോ നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുള്ളൂ. ഞാനൊരു കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോഴേ ഈ കാര്യങ്ങളൊക്കെ അറിയണത്. നിങ്ങളെ അനുഗ്രഹമായിരുന്നു കേട്ടോ, നല്ല മെസ്സേജ് ആയിരുന്നു എന്നൊക്കെ എന്നോട് പറയാനും കഴിഞ്ഞ ദിവസങ്ങളിൽ ജിസ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ജിസ്പോൾ എന്ന് പറഞ്ഞ ഒരാൾ ഫോൺ ചെയ്തിട്ട് നമ്മള് പറഞ്ഞിരുന്നു ആ ആഘോഷത്തിന്റെ വിഷയങ്ങൾ എത്രമാത്രം ഭംഗിയായിട്ടാണ് അവർ ആ മെസ്സേജ് സ്വീകരിച്ചത്. സ്തോത്രം. ഇത് അനേകളിലേക്ക് എത്തിച്ചാലല്ലേ ഈ വചനത്തിന്റെ പൊരുൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരുന്നത്. അത് അനേകം ദൈവത്തിന് നമ്മെ കുറിച്ച് പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. ഒരു വാക്യമെങ്കിലും ഒന്ന് ഫോർവേഡ് ചെയ്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ഗുണം ചെയ്താൽ അത് നല്ലത്. ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ പരിഹസിച്ചേക്കാം, വേറെ പണിയൊന്നും എന്നൊക്കെ ചോദിച്ചേക്കാം. കഷ്ടവും നിന്ന് സഹിക്കാൻ തയ്യാറായ ദൈവമക്കളല്ലേ ഞാൻ നിങ്ങളും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചോടണം. തന്റെ ഭക്തന്മാരുടെ മരണം വിലയേറിയത് എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചൊരു ദൈവം. ആ പ്രയാസഘട്ടം കടന്നു വരുമ്പോൾ കണ്ണുനീര് വരും അല്ലെ. ആ വചനം പറയുന്നത് എന്താ? എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് രക്ഷിച്ചു. പ്രാണൻ ഉള്ളിലെ പ്രാണവേദന കേട്ടിട്ടുള്ളൂ. പ്രാണവേദന ഒരു വേദന, ഒരു ആരോടും തുറന്നു പറയാൻ പറ്റാത്ത ഒരു വേദനയാണ് പ്രാണവേദന എന്ന് പറയുന്നത് അല്ലേ. ചിലരൊക്കെ വാവിട്ടങ്ങ് നിലവിളിക്കും, ചിലര് ഒറ്റ സൈലന്റ് ആയിട്ടങ്ങ് ഇരിക്കും. ആ വേദന കടന്നു ഉള്ളിൽ ഈ ഇസ്രായേൽ മക്കള് ചെങ്കടലിന് മുന്നിൽ കടന്നു വന്നപ്പോ പുറകില് നോക്കുമ്പോ എന്താ? ഫറവോന് സൈന്യം, മുന്നിൽ ചെങ്കടല്, ചങ്കിൽ കുത്തുന്നത് പോലെ തോന്നുന്നു. എന്ത് ചെയ്യണമെന്നല്ല ആ സമയത്ത് പ്രവർത്തിച്ചൊരു ദൈവം. അമ്മേ ഓക്കെ, എന്ത് ചെയ്യണം? പുറകിൽ തിരിഞ്ഞു നോക്കിയാൽ ഫറവോന് സൈന്യം. നമുക്ക് മുന്നിലോട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രതികൂലങ്ങൾ ഇങ്ങനെ കടന്നു. പക്ഷെ നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഇതിങ്ങനെ മാറി പോകുക. ഇതൊരിക്കലും തടസ്സമായിട്ട് വരില്ല. പുറകോട്ട് തിരിയേണ്ട അവസ്ഥയില്ല. പുറകോട്ട് തിരിഞ്ഞ ആവശ്യമില്ലാത്ത ചിന്തകൾ കയറി വരും അല്ലേ. ആവശ്യമില്ലാത്ത ചിന്തകൾ കയറി വരും. പിന്നെ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ച പോലെ ഒന്നാമത്തെ ഉപ്പുതൂണായി തീരും. പിന്നെ നമ്മെ കൊണ്ട് ദൈവത്തിനും ഗുണം ഉണ്ടാവില്ല, ദൈവസഭയ്ക്കും ഗുണം ഉണ്ടാകില്ല, നമ്മുടെ ദേശത്തുള്ള അയൽക്കാർക്ക് ആർക്കും ഗുണം ഉണ്ടാവില്ല. പിന്നെ ഉപ്പ് കാര്യമില്ലാതെ പോയാൽ നിലത്തിട്ട് ചവിട്ടാന്ന് പറയുന്ന പോലെ ലോത്തിന്റെ ഭാര്യയെ അവിടെയുള്ള മൃഗങ്ങളൊക്കെ വന്ന് ഉപ്പ് തൂണായി പോയില്ലോ, അത് നക്കി തുടച്ചിട്ടുള്ളൂ പോലെ ഒരു ഗുണവുമില്ലാതെ ജീവിക്കാനല്ല ദൈവം. റോഡ് തിരിഞ്ഞു നോക്കിയാൽ ഭയപ്പെടുന്ന ചിന്തകളാണ് ഉണ്ടാകുന്നത്. മുന്നോട്ട് ചിന്തിക്കുക. നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടും, ഓടുന്നവർ അനേകരാണ്, ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ. സത്യം, അതെ, ഒരുവനെ വിരുദ്ധ പ്രാപിക്കുന്നുള്ളൂ. ഓടുന്നവർ എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കി ഓടിക്കഴിഞ്ഞാൽ സ്ഥിതി എന്താണെന്നറിയോ? തിരിഞ്ഞു നോക്കി ഓടിയാൽ വീഴുന്നത് പോട്ടെ, തിരിഞ്ഞു നോക്കിയാൽ ഈ ട്രാക്ക് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഓടാൻ വേണ്ടി ഇങ്ങനെ ലൈൻ ഇങ്ങനെ വരച്ചിട്ടുണ്ടോ അല്ലെ? അതിലൂടെ ഓടാൻ പാടുള്ളൂ. ഈ ട്രാക്ക് ഇപ്പുറത്തേക്ക് മാറിയാൽ തീർന്നു. വെറുതെ ഓടിക്കൊണ്ട് ഒരു കാര്യമില്ല. ഭയങ്കര സ്പീഡിലേക്ക് ഓടിയിട്ട് ഒരു കാര്യമില്ല. ട്രാക്കിൽ തന്നെ നിൽക്കണം. ആ ട്രാക്കിലൂടെ ഓടിയാൽ കറക്റ്റാ. പുറകോട്ട് തിരിഞ്ഞു നോക്കിയാലോ, എന്റെ പിന്നാലെ ആരൊക്കെ വന്ന് നോക്കിയാലോ, ഇവന്റെ ലക്ഷ്യം തെറ്റും. പിന്നെ മുന്നിലോട്ടല്ല നോക്കുന്നത്, അടുത്ത ട്രാക്കിലേക്ക് പോകും. അടുത്ത ട്രാക്ക് എന്താ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, പിന്നെന്താണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കടന്നു വരും. അപ്പൊ ജഡമോഹം കടന്നു വരും. ഇന്ന് പ്രാർത്ഥന, ഇന്ന് ഇനിയിപ്പോ അങ്ങോട്ട് പോട്ടെ. ജഡമോഹം റെസ്റ്റ് എടുക്കാൻ, ശരീരം റെസ്റ്റ് എടുക്കാൻ തീരുമാനങ്ങളൊക്കെ ആയി. ഇനി കൺമോഹം എന്താ? കൺമോഹം എന്ന് പറയുന്നത് എന്താ? ഈ സാധനം ടി വി ഒക്കെ ഒന്ന് ഓണാക്കി വെച്ചേക്കാം. ഏഷ്യാനെറ്റിൽ എന്തോന്നാ പറയണേ? ഇപ്പൊ മോദി എന്തായി, മറ്റേ രാഹുൽ ഗാന്ധി എന്തായെന്നൊക്കെ ആലോചിക്കാനാണോ? കൺമോഹം. കണ്ണുകൾ പിടക്കി അത് അറിയാൻ വേണ്ടി അപ്പൊ അങ്ങനെ ഓണാക്കി വെച്ചപ്പോഴാണ് കൈരളിയിലെ ചാനൽ മാറി വേറെ വന്നത്. അപ്പൊ ഇച്ചേരം അത് നോക്കിയിരുന്നു. ആ തമാശ നോക്കി ചിരിച്ച് അപ്പൊ അവിടെ സമയം. അപ്പൊ ബാക്കിയുള്ള ദൈവമക്കളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സഭയിൽ നിന്ന് ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എവിടെ എത്തി? തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വലിയതെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? ട്രാക്ക് തെറ്റി ഓടിയാലുണ്ടല്ലോ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല. ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ദൈവം ഒരുക്കിയ
ആ വഴിയിലൂടെ തന്നെ പോകണം. ഏതിലൂടെ പോയാലും നിത്യത പ്രവേശിക്കാന്ന് വിചാരിക്കരുത്. ദൈവം പോകേണ്ട ഇടമുണ്ട്, പോകേണ്ട റൂട്ടിലൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ. തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയില്ല, കൂടെ ആരൊക്കെ വന്നു നോക്കേണ്ട അവസ്ഥയില്ല. മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം രക്ഷ വ്യക്തിപരമായിട്ടാണ്. നീ എന്നാ അപ്പനും അമ്മയും പോയാലും മക്കൾ, ഒരു കുടുംബത്തിന്റെ പേര് ഇപ്പോ താടിക്കാരൻ യാക്കോബ് എറിവാന്ന് പറയുമ്പോ ഭാര്യയും മക്കളും പിള്ളേരൊക്കെ പാടുകൂടിയല്ലേ ചെന്ന് നിൽക്കുന്നത്. രക്ഷ വ്യക്തിപരമായിട്ടാണ്. ഓരോരുത്തർ അവനവൻ ചെയ്തതിന് പ്രവർത്തിക്ക് തക്കതായിട്ട് നമ്മുടെ കണ്ണിന് നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് ദൈവം വിടിവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണിനെ കണ്ണുനീരും ദൈവം നമ്മെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ